42 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ദേവദൂതൻ. എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മാത്രമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത്, ഈ സ്വപ്നം നെയ്തെടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് ചിറകും പിടിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയയാളാണ് സിയാദ്. സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ, വിദ്യാസാഗർ, സന്തോഷ്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ, എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ആദ്യ തവണ 1982-83 കാലഘട്ടത്തിൽ ഞാനും രഘുവും കൂടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം 1 വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ 2000-ൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞങ്ങൾ 1 വർഷക്കാലം അതിൻ്റെ പുറകിൽ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ 1 വർഷക്കാലം എറണാകുളത്തെ ഒരു വീടെടുത്ത് താമസിച്ചിട്ട് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തത്. അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയുമില്ല എന്നെനിക്ക് കൂടി ഉറപ്പിച്ച് പറയാം. അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവിച്ചൊരു സിനിമയാണത്. എനിക്കും സിയാദിനും രഘുവിനൊക്കെ വലിയ രീതിയിൽ അക്കാര്യത്തിൽ വലിയ സങ്കടങ്ങൾ വരുത്തിയൊരു സിനിമ കൂടിയാണ്. ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറന്ന സിനിമയെന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം 2000-ൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു തലമുറ ഇന്ന് ഈ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ, ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു, ഇത് റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യേണ്ടതുണ്ട്, അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു പ്രേക്ഷക സമൂഹമുണ്ട്. ഞങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റേർഡ്, എഡിറ്റഡ് 4K അറ്റ്മോസ് വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് സിയാദിൻ്റെ മകളും ഉൾപ്പെടെയുള്ള ബോണി തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിൽ എത്തിയപ്പോഴാണ് എന്നെ അറിയിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. ഞാനത് പോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ, നമ്മളിതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ കണ്ടൻറ്റിൽ നിന്നും കാര്യമായൊരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷനിലേക്ക് എത്തുന്നത്. അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട്. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് കൂടാതെ തന്നെ ആദ്യകാലത്ത് ഈ സിനിമ ചെയ്യുമ്പോൾ, ആദ്യ തവണ ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയ അഭിനേതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് മുരളിയും, ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് നടത്തിയ ശ്രീധറും മുരളിയും ഇന്ന് നമ്മളോടൊപ്പമില്ല. ശ്രീധർ AR റഹ്മാൻ്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും ഫൈനൽ മിക്സിംഗ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റായിരുന്നു. അന്ന് അദ്ദേഹം ഒരുമിച്ച് ഇതിൻ്റെ DTS മിക്സിംഗ് ചെയ്യുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ട്രാക്സ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേയില്ല. അതുകൊണ്ട് രാവും പകലും ഉറക്കമൊഴിച്ചിരുന്ന് അദ്ദേഹം ഇതിൻ്റെ മിക്സിംഗ്
ചെയ്തു. പക്ഷെ നമ്മളുടെ തിയേറ്ററുകളിൽ അന്ന് എല്ലാ വ്യാപകമായിട്ട് DTS സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും അതിൻ്റെ പരിപൂർണമായ ഒരു ആസ്വാദന സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ് സംഭവിച്ച മറ്റൊരു സങ്കടം. ഇന്ന് പക്ഷേ നമ്മൾ 4K അറ്റ്മോസ് വേർഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട്. അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട്. നമ്മളിതൊരു വൈഡ് റിലീസിലേക്കല്ല പോകുന്നത്. നമ്മൾ ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളുള്ള തിയേറ്ററുകളിൽ മാത്രമായിരിക്കും ഇത് റിലീസ് ചെയ്യപ്പെടുക. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റ് പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. ഭൂമിനാഥൻ എൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ ബലമായിട്ട് എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ഭൂമിനാഥനാണ്. രഞ്ജിത്ത് പറഞ്ഞത് 100% ശരിയാണ്. ഇത്രമാത്രം താളബോധമുള്ള ഒരു എഡിറ്ററില്ല. ഭൂമി നന്നായിട്ട് മൃദംഗം വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ താളബോധം അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുള്ളതാണ്. ഒപ്പം സന്തോഷ്, രഘു, എല്ലാവരും ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാതെ പോയ ഒരാൾ കൂടിയുണ്ട്. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആത്മാവെന്ന് പറയാവുന്ന, ഇതിൻ്റെ സോളെന്ന് പറയാവുന്ന സംഗീതത്തിൻ്റെ പിന്നണിയിൽ അതിന് കാരണക്കാരനായ പ്രിയ വിദ്യാസാഗറാണ്. സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം, അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാസാഗറിനെ വിളിക്കുക. അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേട്ട് കഥാസന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ഇൻപുട്സ് എല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത്. ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോൾ, ഇവിടെ എറണാകുളത്തൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് രാവിലെ ഇവിടെ അദ്ദേഹം എത്തി. എനിക്ക് അന്നും ബോംബെയിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് ജയപ്രദ ചെയ്ത വേഷത്തിനായിട്ട് ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഹിന്ദി അഭിനേത്രിയാണ്. അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ബോംബെയിലേക്ക് പോകേണ്ടതുണ്ട്. വിദ്യാസാഗർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂർ വിദ്യാസാഗർ വേണ്ടി ഇരുന്ന് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ നറേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ തന്നെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. നിങ്ങൾ കമ്പോസ് ചെയ്തോളൂ, ഞാൻ നാളെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ മുകളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു അരമണിക്കൂറിൽ താഴേക്ക് വരുമ്പോൾ വിദ്യ എൻ്റെ അടുത്ത് പറഞ്ഞു, CBG 1 മിനിറ്റ് ഒരു പാട്ട് കൂടെ ഒരു ട്യൂണായിട്ടുണ്ടെന്ന് കേട്ടിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ട്യൂൺ മൂളി. എന്നെ വല്ലാതെ ആകർഷിച്ചു ആ ട്യൂൺ. അപ്പോൾ തന്നെ തിരുമേനി പറഞ്ഞു, ഞാനൊരു 4 വരി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനിയും വിദ്യാസാഗറും കൂടെ ആ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ 4 വരികൾ പാടി കേൾപ്പിച്ചു. അതാണ് കരടേ ഞാൻ കൈപിടിച്ചാൽ എന്ന പാട്ട്. ഒരു നിമിഷ നേരം കൊണ്ട് അത് സൃഷ്ടിക്കുകയാണ്. പിന്നീട് എന്തിനോ മഹാനുഭാവനം എന്ന് പറയുന്ന പാട്ട് വിദ്യാസാഗർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് 1 മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതുവാൻ വേണ്ടി മാത്രം, അതിൻ്റെ കമ്പോസിഷൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അതിൻ്റെ എല്ലാ പണികളും എടുക്കാൻ അദ്ദേഹത്തിന് 1 മാസത്തോളം വേണ്ടു. അതിനുശേഷമാണ് അത് റെക്കോർഡിങ്ങിലേക്ക് പോയത്. അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈ സിനിമ സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണ്, ഒരു സിനിമയാണിത്. അത് സാധ്യമായത് വിദ്യാസാഗർ എന്ന് പറയുന്ന മാന്ത്രികനായ സംഗീതത്തിലൂടെയാണ്. അതിന് ഏറ്റവും ഉചിതമായ വരികൾ എഴുതുന്ന പ്രിയ തിരുമേനിയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയും ബലവുമായി തീർന്നത്. വീണ്ടും ഈ 24 വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ വേർഷൻ്റെ ട്രെയിലർ ലോഞ്ചിനായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ എത്തിയതിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് ഈ റിലീസ് ചെയ്ത ദിവസം അത് താമസിക്കാതെ ഇവിടെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എല്ലാവരെയും ഞാൻ തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, മലയാള സിനിമയിൽ നിന്നും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യ ശ്രാവ്യ അനുഭവമായിരിക്കും ദേവദൂതൻ ഈ റീമാസ്റ്റേഡ് എഡിറ്റഡ് ന്യൂ വേർഷൻ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി.
താങ്ക് യു സാർ. സോ അടുത്തതായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ദൈവദൂതൻ എന്ന ഈ മൂവിയുടെ പ്രൊഡ്യൂസർ സിയാദ് കോക്കർ സാറിനെയാണ്. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. 85 ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് മിസ്റ്റർ മോഹൻലാൽ. വളരെയധികം നാളുകൾ സഞ്ചരിച്ച് കുറേ നല്ല സിനിമകളുണ്ടായി. അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ദേവദൂതൻ എന്ന് പറഞ്ഞ പടം ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ എൻ്റെ മനസ്സിലോ എൻ്റെ സിബി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുഹൃത്തിൻ്റെ രഘുനാഥ് എല്ലാവരുടെയും ഒരു ആശയം, ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് പലപ്പോഴായിട്ട് ഇതിൻ്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫിയും വസ്ത്രാലങ്കാരവും SP സതീഷിനെ നേരത്തെ പറഞ്ഞ SP സതീഷിനൊക്കെ കണ്ടായിരുന്നു. അപ്പം ഇത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക്. എൻ്റെ മകളുടെ ഒരു ടീമുണ്ട്, അതിൽ ബോണി എന്ന് പറഞ്ഞ ഒരാൾ ഇത് 4K ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് വേർഷൻ. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും. അതായത് ഇത് കഴിഞ്ഞു, എല്ലാ 4K റെസൊല്യൂഷനിലൊക്കെ ചെയ്തതിന് ശേഷം ഈ എഡിറ്റഡ് വേർഷൻ ഞങ്ങൾ കണ്ടപ്പോൾ എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള, അതായത് അതാണ് അതിൻ്റെ കാതൽ. ദേവദൂതൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കാതൽ ഇപ്പോഴുണ്ട്. അന്നുണ്ടായിരുന്നില്ല എന്നല്ല, ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ദേവദൂതൻ. അതിന് 24 വർഷത്തിന് മുമ്പ് ഒക്കെയാണെങ്കിലും എൻ്റെ സുഹൃത്തായ മോഹൻലാൽ ഇപ്പോൾ ഉള്ളതിലും സൗന്ദര്യത്തിലാണ് അതിലിരിക്കുന്നത്. ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയില്ല. രണ്ടാമത്തെ കാര്യം അതിൻ്റെ മ്യൂസിക്, സിനിമയിലെ വരികൾക്ക് നമ്മളെ വിദ്യാസാഗർ ചെയ്ത മ്യൂസിക്, അതിൻ്റെ ഫോട്ടോഗ്രാഫി, ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഈ ഹൈ റെസൊല്യൂഷനിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മാറ്റരക്കുന്ന വിധത്തിലാണ്. എസ്പെഷ്യലി അറ്റ്മോസ് ചെയ്ത് അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മറ്റേ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ. സപ്ത റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്, അറ്റ്മോസും കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ കാണിച്ചു തന്നപ്പോഴത്തേക്കും, മിക്സി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ. വിദ്യയുടെ റീ റെക്കോർഡിങ്, സോങ്സ്, കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലും പഴകിയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു. ആ ഡ്രസ്സ് എന്ന് പറയുന്നത് SP സതീശന്റെ മാത്രമാണ്. സതീഷ്, ബിക്കോസ് എൻ്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നു അദ്ദേഹം. സമ്മരൻപത്തിൽ തന്നെയാണെങ്കിലും ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അന്ന് ചെയ്തേക്കുന്ന കോസ്റ്റ്യൂം ഇന്നത്തെ സ്റ്റൈല് ഒരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈല് എന്ന് പറയുന്ന ലെവലല്ലായിരുന്നു. അതെന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു റീമാസ്റ്റർ ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും അപ്പോൾ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ പഴയത് ഒരിക്കലുമല്ല. എസ്പെഷ്യലി ലാൽ സാറിൻ്റെയും ലാലിൻ്റെയും മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും അങ്ങനെ എല്ലാ വിധത്തിലും ഒരു പുതുമ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആരും പറയുന്നത് കേട്ടു, അതായത് ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന ലെവലിലാണ് ഞങ്ങൾ ഈ സിനിമ ഇന്നിപ്പോൾ ബ്രിങ് ഔട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടും സന്തോഷം. തീർച്ചയായിട്ടും ഇനിയെപ്പോൾ എനിക്കറിയില്ല ലാലുമായിട്ട് സഹകരിച്ചൊരു സിനിമ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അത് കാരണം ഇതിവിടെ എത്തിയതിന് നന്ദി, ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിന് നന്ദി. എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണം.
ഇതൊരു വലിയ വിജയം എന്ന് പറഞ്ഞൊരു 5 കോടി ക്ലബ്ബോ 10 കോടി ക്ലബ്ബൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമ ഇതാണ് എന്ന് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എല്ലാവരുടെ പ്രാർത്ഥനകളും വേണം. എല്ലാ സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സോ ഒരു സ്പെഷ്യൽ മൊമെന്റിൽ ആശംസ പ്രസംഗത്തിനായി ഞാൻ ഏറെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട എ വെൽ നോൺ പ്രൊഡ്യൂസർ മിസ്റ്റർ ആന്റണി പെരുമ്പാവൂർ. ആന്റണി സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിയായ സന്തോഷം. ശരിക്കും മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ, പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഫീലിങ്ങോടെയാണ് ഇവിടെ നിൽക്കുന്നത്. സിബി സാറും ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന 2-3 സിനിമകളാണ് ദശരഥവും പിന്നെ സിബി സാർ ചെയ്ത വേറെ MD സാറിൻ്റെ ഒരു സിനിമ, ഈ സിനിമയൊക്കെ മനസ്സിലങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു 10-20 വർഷമോടെ കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദൂതൻ എന്ന ചിത്രം. അപ്പോൾ കോക്കേഴ്സിൻ്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാസ് സാറിൻ്റെ ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിബി സാറിൻ്റെയും ലാൽ സാറിൻ്റെയും കൂട്ടുകെട്ടിൽ സിയാസ് സാറിൻ്റെ കോക്കേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിയായ സ്നേഹത്തോടെ നിർത്തുന്നു. താങ്ക് യു സാർ. ദേവദൂതൻ എന്ന ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പലേരിനെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ ആദരവോടുകൂടി ഞാൻ സിയാദിനോടും സിബിയോടും നന്ദി പറയാണ്. ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് ദേവദൂതൻ. മനസ്സിൽ കണ്ടതിനും അപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി. അതിന് കൂടെ നിന്ന ആളാണ് സിയാദ് കോക്കർ. ഇതിൽ പങ്കെടുത്ത അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിൽ നിറങ്ങൾ വാരിക്ക് നിറയുന്നത്. ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അങ്ങനെ കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഒരു ഡിറ്റാച്ച് ആയി നിന്നിരുന്നു. അത് എനിക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാവകാശമാണ് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വരെയുണ്ട്, ഇഷ്ടംപോലെ വരാറുണ്ട്. ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടിയൊക്കെ എഴുതാറുണ്ട്. എന്നോട് ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു, ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത്, നിങ്ങൾ വരാൻ വൈകിപ്പോയി. അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ, കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. കാലം തെറ്റി നമുക്ക് മുമ്പിൽ ജനിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇനി കാലം തെറ്റിയ സിനിമ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എൻ്റെ കൂടെ ആരാ ഉണ്ടാവുക? നമ്മളൊക്കെ പിന്നെയും പോകുന്നത്. കാലം തെറ്റിയൊന്നുമല്ല, എവിടെയോ ആർക്കോ ആരോടോ പറയാനുണ്ടെന്ന് വിശാലകൃഷ്ണൻകുട്ടി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും അന്ന്. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും മനസ്സിലാണെന്ന് തോന്നുന്നു. 100% നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുകയാണ്, എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ്. ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്.
എൻ്റെ അക്ഷരങ്ങൾ കൊണ്ട്, എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ്. ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും. 24 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റീ റിലീസ് ഞാൻ പറയില്ല, ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരനും മോഹൻലാലാണ്. ഇന്നും ഇവിടെയും ലാലുണ്ട്. അതിൻ്റെ ഒരു പ്രകാശം വളരെ പ്രധാനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 24 വയസ്സ് പെട്ടെന്ന് വീണ് കിട്ടിയ പോലെയാണ്. ഞാനിപ്പോൾ 2000-ലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയില്ല, ഞാൻ 2000-ലെ ആൾക്കാരെയാണ് കാണുന്നത്. 2000-ലെ അന്നത്തെ സിബി, അന്നത്തെ സിയാദ്, അന്നത്തെ ലാല്, അന്നത്തെ രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അന്നത്തെ ശേഷം ഞാൻ രഞ്ജിത്തിനെ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാൻ എല്ലാം ഇങ്ങനെ ഞാനിത്ര ഇമോഷണലായി പോയി സത്യം പറയാൻ അവിടെ ഇരിക്കുമ്പോൾ. പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിച്ചിട്ടുണ്ട്. അതായത് സമയത്തിന് മുൻപേ നിങ്ങൾ ആരാ ഇറക്കാൻ പറഞ്ഞൊക്കെ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സമയത്തിന് എത്തി വന്നു എന്നൊക്കെ പറയുന്ന ഒരു വെറും ഒരു ബോഷ്കായ വർത്തമാനമാണ്. അന്ന് ആൾക്കാർ കണ്ടിട്ടില്ല, അത്രയും. പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദേവദൂതനെ അല്ല. അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇത് 100% ഒരു ഫ്രഷ് സിനിമയാണ്, പുതിയ സിനിമയാണ്. പുതിയ മോഹൻലാൽ ചിത്രം, പുതിയ സിബി മലയിൽ ചിത്രം, പുതിയ സിയാദ് കൊക്കർ ചിത്രം. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ വളരെ രസമാണ്, വളരെ മനോഹരമാണ്. ഞാൻ എൻ്റെ ജീവിതം ഇന്ന് മുതൽ 4K റെസൊല്യൂഷൻ. ഇന്ന് മുതൽ ഞാൻ എല്ലാ അറ്റ്മോസ്ഫിയറാണ് കേൾക്കുക. ആരെന്ത് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറാണ് കേൾക്കുക. എന്തൊരു രസമാണ് 4K റെസൊല്യൂഷൻ. അതായത് മുൻപ് ഞാൻ വിവാഹിതനാണ്. അപ്പം എൻ്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോൾ കാണുന്നത് റീ റിലീസ് ചെയ്യും. ഭയങ്കര രസമാണ്. എൻ്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും 4K ആക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ 4K ആക്കി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും 4K ആണ്. എന്താണ് ഈ 4K എന്നൊക്കെ കാര്യമായിട്ട് ചോദിച്ചാൽ മതി, സന്തോഷം കൊണ്ട് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു 6K 8K ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങളുടെ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 16K ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് 4K അല്ലെങ്കിൽ അറ്റ്മോസ്. അത് അങ്ങനെ കാണും. അതുകൊണ്ട് ഒരു 4K മോഹൻലാലിനെ കാണാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. 4K സിബിയെ കാണാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. 4K ദേവനെ കാണാൻ ക്ഷണിക്കുന്നു. അപ്പം എല്ലാവർക്കും സന്തോഷം. നന്ദി, നമസ്കാരം. ഞാൻ ഇത്രയും താങ്ക് യു സാർ. ദേവദൂതൻ മൂവിയുടെ ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊല്ലം മുമ്പ് ഉള്ളതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് എൻ്റെ ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യായിരുന്നു, ഇന്നത് വർക്ക് ചെയ്യില്ല. പക്ഷേ ഞാൻ എന്നെ ഭയപ്പെടുന്നില്ല. ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത്. ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയതായിട്ട് വരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 39 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. പാടാൻ വയ്യായിരിക്കും ബുദ്ധിമുട്ടുന്നത്. മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ, നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ. ഒരു പാട്ട് ശരിക്ക് അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു. പക്ഷെ ആ മഴനീർത്തുള്ളി കാലത്തിൻ്റെ ചിപ്പിക്കകത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത്. അതിനേക്കാൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത്. തീർച്ചയായിട്ടും ഇത് സിബിയുടെയും
പിന്നെ ഇവരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് വരട്ടെ, പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പാട്ടുകൾ നിങ്ങൾ ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം, പല കാര്യങ്ങളും എനിക്കിപ്പോൾ പുതിയെടുത്ത് തോന്നുന്നുണ്ട്. ഞാൻ താഴത്തുനിന്ന് ശിവയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവയിലെ പള്ളിയിൽ വെച്ച് ശിവയുടെ മാരേജാണ്. ഇതുപോലെ ഓരോരാൾക്കും ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ. ചിപ്പി എൻ്റെ പടങ്ങൾ 2 പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. രഞ്ജിത്തിൻ്റെ അന്ന് രഞ്ജിത്തിൻ്റെ കുടുംബമായിട്ട് വരുന്നത് നമുക്കറിയില്ലല്ലോ. അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതിലൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം. കാരണം അതിലും കുട്ടികളൊക്കെ വലുതായി. പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു. ലാലിനെ ഞാൻ കാണുന്നത് വെച്ചാൽ, ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് നെടുമുടി വേണുവിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഈ കാലമൊന്നും അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ്, അല്ലാതെ അത് വെറുതെ പാഴായി പോയിട്ടില്ല. ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത്, എപ്പോഴും കാണുന്നത്. ഇത് ഒരു 10 കൊല്ലം മുമ്പ് ആലപ്പുഴയുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ സുഹൃത്ത് പാട്ടിൻ്റെ ഭയങ്കര ഭ്രമമാണ്. അതാണ് എന്നോട് വിളിക്കാൻ കാരണം. അന്ന് എന്നോട് പറഞ്ഞു, ഈ ദേവദൂത് എന്ന് പറഞ്ഞ പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല, അത് കാണിക്കണമായിരുന്നു, നമുക്ക് സിബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ സിബിയോട് പറയുകയും ചെയ്തു. പക്ഷെ അന്ന് സിബിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്നുണ്ട്. ആളെ നമ്പർ ഓർമ്മയില്ല. ഇതേ നമ്മൾ ഈ പുനർജന്മം തീർച്ചയായിട്ടും അന്ന് 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ദേവദൂതൻ എന്ന ഈ മൂവിയുടെ DOP സന്തോഷ് തുണ്ടിൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അന്ന് ഈ മൂവിക്ക് എന്നെ വിളിക്കാൻ, ഇത്ര വലിയൊരു മൂവി എന്നെ ഏൽപ്പിക്കാനായിട്ട് സന്മനസ് കാണിച്ച സിബി സാറിനും ശരിക്കായി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അന്ന് നന്ദി പറയാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ നന്ദി പറയുകയാണ്. കാരണം അതിനുശേഷമാണ് ഈ സിനിമയുടെ ഇത് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാൻ പ്രസംഗങ്ങളൊന്നുമില്ല, 2 ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ചെറിയ സംഭവം മാത്രം പറയുകയാണ് ഈ ഫിലിമിനെ കുറിച്ച്. അതായത് ഇതിലെ ഒരു കടൽ തീരത്ത് ഒരു ഏർലി മോർണിംഗ് സീൻ എടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാനും സിബി സാറും ഒരു വണ്ടിയിൽ ഇറങ്ങുന്നത്. ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. യൂണിറ്റുകാരൊന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ കുറച്ച് യാത്രയാണ്. ഏത് ബീച്ചാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. കുറച്ച് യാത്ര ചെയ്താൽ പോകുന്നത്, ഒരു 45 മിനിറ്റ്സ് ഉണ്ട് ആലപ്പുഴയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഞാനും സിബി സാറും കൂടെ അവിടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ലാൽ സാർ അവിടെ ഓൾറെഡി വണ്ടിയിൽ ചാരിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ബോംബെ വെച്ചാണ്. വർത്ത് എന്ന് പറയുന്ന ഒരു ഹിന്ദി ഫിലിം ഞാൻ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഞാനും ഡയറക്റ്റും ചെന്നിറങ്ങുമ്പോൾ ഓൾറെഡി അവിടെ നിൽക്കുകയാണ്. എൻ്റെ സീൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ ലിജൻസ് ആകുന്നത് എന്നുള്ളൊരു സംഭവം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു. താങ്ക് യു സാർ. സോ അടുത്തതായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എ വെരി ടാലന്റഡ് ആക്ടർ വിനീത് കുമാർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത്, ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതുപോലെ എൻ്റെ മുഖം എന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നതും സിബി സാറാണ്, ദേവദൂതൻ. വളരെയധികം സന്തോഷത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞാൻ
ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു. ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലേട്ടൻ കുട്ടിക്കാലം അഭിനയിച്ചിട്ടും അത് കഴിഞ്ഞ് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് ശിവ് സാർ പറഞ്ഞു തരുന്നത്. അതൊരു എനിക്കറിയില്ല, ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്തത് സന്തോഷമൊക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറേ ഘടകങ്ങളാണ്. ദേവദൂതൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രഞ്ജിയേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ്. കാരണം കേൾപ്പിച്ചാൽ അങ്ങനെ ഒരു സോങ്, അങ്ങനെ ഒരു പാട്ടിൻ്റെ ഭാഗമാവുക ദാസേട്ടൻ്റെ ശബ്ദത്തിൽ, ഗജപുരം സാറിൻ്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു പാട്ടിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ആ സിനിമയുമായി ബന്ധപ്പെടുത്തിയൊരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് NS തിയേറ്റർ എന്ന് പറയുന്ന കണ്ണൂരിലുള്ള തിയേറ്ററിലാണ്. അപ്പം അന്ന് എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത്. അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയത് എൻ ജീവനെ എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്, നിങ്ങൾ കേട്ടൊരു സോങ്ങാണ്. അതിനകത്ത് കരളേന്ന് കൈ പിടിച്ചാൽ സോങ്ങിൻ്റെ ഒരു ഹമ്മിങ് വരും, അത് സറൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്തത്. ഇപ്പോൾ ശ്രീ സാർ പേര് പറഞ്ഞല്ലോ, അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഗൂസ് ബംസ് വന്നൊരു മൊമെൻ്റാണ്. അത് വീണ്ടും തിയേറ്ററിൽ 4K വരുമ്പോൾ അറ്റ്മോസിൽ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയപ്പോൾ വിജയിക്കാതെ പോയൊരു സിനിമ, സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ദേവദൂതൻ. കാരണം അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത്. ആ വിജയത്തിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇനി നിങ്ങളെല്ലാവരും നമ്മൾ ഓരോരുത്തരും കാതോർത്തിരിക്കുന്ന ആ ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി ഏറെ ബഹുമാനപൂർവ്വം ആ മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ലാലേട്ടൻ. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് ലാസനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. ഇതിലേറ്റവും ചെയ്തൊക്കെ ഞാൻ ചോദിക്കേണ്ടത് വളരെ ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി? കാര്യം ഇത് 24 വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാം. പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ആ സിനിമയുടെ പ്രിൻ്റ് പ്രസാദിനുണ്ടായിരുന്നു. ഒരുപാട് സിനിമകളുടെ പ്രിൻ്റുകളില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, ഇതൊന്നും പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്യുന്നില്ല. അപ്പം അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമകളിലൊന്നാണ്. ആസ് ആൻ ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിരുന്ന് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട്. എന്തൊരു മഹാനുഭാവനുമായാലും മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ജയപ്രദ, വിജയലക്ഷ്മി മുരളിച്ചേട്ടൻ, മുരളി, ഒരുപാട് പേര്, അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല. എന്തെങ്കിലും കാരണം കാണും. അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ ശിവയോട് ചോദിക്കായിരുന്നു, നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു. എൻ്റെ സൗണ്ടായാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം. പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല? എത്രയോ വലിയ സിനിമകൾ, നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഇല്ല. ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ സിബി അതിനെ വീണ്ടും റീഎഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം. എൻ്റെ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ്. എത്രയോ നല്ല സിനിമകൾ. ഇപ്പം ആൻ്റണി ഇവിടെ പറഞ്ഞ സിനിമ, 2 സിനിമകൾ എന്ന് പറഞ്ഞാൽ സതയം, ഒരു സിനിമ സതയമാണ്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞത് ദശരഥം. അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമില്ല. പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയതിലൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായ ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം, അല്ലെ? ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ആസ് ആൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ്. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലല്ല, ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല. കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല, അതൊക്കെ മാറിപ്പോയി. ഇവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു. അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി, എത്രയോ സിനിമകളുടെ. പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം, അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരു ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സിയാദ്കയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, ഇതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാലും എല്ലാവിധ ഭാവുകങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ. ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ.